ഇത് ആദ്യമേ തന്നെ ഇത് തൊടുപുഴയിലെ ജനങ്ങൾ കഴിഞ്ഞ 56 വർഷക്കാലം ഈ നിയോജകമണ്ഡലത്തെ അത്യുജ്വലമായി നയിച്ച ശ്രീ PJ ജോസഫിനോടുള്ള ഒരു നന്ദി പ്രകടനമായിട്ടാണ് ഈ ഫലത്തെ ഞാൻ ആദ്യമായിട്ട് വിലയിരുത്തുന്നത്. കേരളത്തിലെ UDFന്റെ മിന്നുന്ന വിജയം, ടീം UDF എന്ന് ഒറ്റക്കെട്ടായി, അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് തൊടുപുഴയിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയാണ്. ഈ നിൽക്കുന്ന എല്ലാവരും, ഇവർ മാത്രമല്ല, തൊടുപുഴയിലെ UDF നിയോജകമണ്ഡലം കമ്മിറ്റിയും ഇടുക്കി UDF ജില്ലാ കമ്മിറ്റിയും ഇവിടെയുള്ള ഓരോ UDF പ്രവർത്തകരും അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ഇടുക്കി ജില്ലയിൽ ഒന്നടങ്കം ഐക്യജനാധിപത്യ മുന്നണി, നമുക്കറിയാം എറണാകുളം ജില്ല, ഇടുക്കി ജില്ല, കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, മധ്യ തിരുവിതാംകൂറിലെ 100% സീറ്റുകൾ ജയിച്ചു നിൽക്കുന്ന ഈ ഓരോ ജില്ലകളിൽ നമുക്കറിയാം ഇന്ന് ടീം UDF നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ 10 വർഷക്കാലം ഒരു കിരാത ഭരണം നടത്തിയ ഒരു സർക്കാരിനെ താഴെ ഇറക്കുവാൻ UDF പ്രവർത്തകരും ജനങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു വലിയ വിജയം വന്നിരിക്കുന്നത്. ഇനി മുന്നോട്ട് ഇതുവരെ നടത്തിയിരിക്കുന്ന പല കാര്യങ്ങളും, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ ഭൂപ്രശ്നം ഉൾപ്പെടെ, വന്യജീവി ആക്രമണം ഉൾപ്പെടെ, CHR പ്രശ്നങ്ങൾ ഉൾപ്പെടെ ധാരാളം പ്രശ്നങ്ങളുള്ള നമ്മുടെ ജില്ലയിലെ കാർഷിക മേഖലയെ കൈപിടിച്ചുയർത്തുക, ഈ ജില്ലയിലെ ഭൂപ്രശ്നങ്ങളും അതുപോലെ തന്നെ വന്യമൃഗ പ്രശ്നങ്ങളൊക്കെ മുൻഗണന കൊടുത്ത് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. ഇതിലേക്കായിട്ട് ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും എന്നാണ് എനിക്ക് ഈ അവസരം പറയാം. പാർട്ടിക്ക് 7 MLA-മാരുണ്ട്. സ്വാഭാവികമായിട്ട് തൊടുപുഴയിൽ ഒരു മന്ത്രി ഉണ്ടാവും. എങ്ങനെയാണ് എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരവാണ്? കാലം സത്യം തെളിയിക്കുമല്ലെങ്കിൽ കണക്ക് ചോദിക്കുമെന്ന് പറയുന്നതിനൊരു ഇന്നാണ് അത് യാഥാർത്ഥ്യമായത്. ചിഹ്നവും പാർട്ടിയുടെ പേരുമൊക്കെ തങ്ങൾക്കായി എന്ന് അവകാശപ്പെട്ട് നടന്ന ഒരു വിഭാഗം ഇന്ന് 12 തോൽക്കുകയും യഥാർത്ഥ കേരള കോൺഗ്രസ്, കർഷകരോടൊപ്പം നിൽക്കുന്ന കർഷക ശബ്ദമായ PJ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് 8 സീറ്റ് മത്സരിച്ച് 7 സീറ്റിലും ഉജ്ജ്വല വിജയം നേടുക എന്ന് പറയുന്നത് അത് കാലം ഒരു കണക്ക് പറഞ്ഞു തീർത്തതാണ്. മന്ത്രി തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് പാർട്ടിക്ക് മന്ത്രി ഉണ്ടാവുമല്ലോ. തൊടുപുഴയിൽ നിന്ന് അതൊക്കെ പാർട്ടി നേതൃത്വവും UDF നേതൃത്വം എടുക്കേണ്ട തീരുമാനമാണ്. ഞാൻ ഈ പാർട്ടിയിലെ ഒരു എളിയ പ്രവർത്തകനാണ്. അതൊക്കെ പാർട്ടി നേതൃത്വവും UDF-ഉം എടുക്കേണ്ട തീരുമാനമാണ്. തീർച്ചയായിട്ടും UDF 2 കൈയും നീട്ടി എല്ലാവരും സ്വീകരിക്കാൻ റെഡിയായി നിന്നതാണ്. പക്ഷെ അന്ന് കേരള കോൺഗ്രസ് പറഞ്ഞത് അവരില്ലാതെ ജയിക്കാനുള്ള ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. UDF-ന്റെ ഒരു ഒത്തൊരുമയും കെട്ടുറപ്പിനും ദോഷം വരുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കരുത് എന്ന് അന്ന് കേരള കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞിരുന്നു. അത് പറഞ്ഞത് അങ്ങനെ തന്നെ. നമുക്കറിയാം ശക്തി കേന്ദ്രങ്ങളെന്ന് കരുതിയിരുന്ന മേഖലകളെല്ലാം തന്നെ എറണാകുളം ജില്ല, നേരത്തെ പറഞ്ഞ കോട്ടയം ജില്ല, ഇടുക്കി ജില്ല, പത്തനംതിട്ട ജില്ല ഒരൊറ്റ സീറ്റില്ലാതെ UDF തൂത്തുവാരിയെങ്കിൽ അതിൻ്റെ അർത്ഥം അന്ന് കേരള കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നു. ഇന്ന് UDF ഉജ്ജ്വലമായി നിൽക്കുകയാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സഹോദര പാർട്ടിയാണ്, അവർക്ക് UDF-ലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിയിലേക്കും സ്വാഗതം ചെയ്തു. യഥാർത്ഥ കേരള കോൺഗ്രസിലേക്ക് മടങ്ങി വരുവാനുള്ള സ്വാഗതം അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ആവർത്തിക്കുകയാണ്.